മഴയ്ക്കും രോഗശാന്തിക്കും വേണ്ടി ദേവിയെ പ്രീതിപ്പെടുത്താൻ ചുവടുവെക്കുന്ന പള്ളിയർ. മുളഞ്ചെണ്ടയും നഗരയും ഉടുക്കും കൊട്ടി ക്ഷേത്രോത്സവങ്ങളിലെ ആവേശം. കലോത്സവവേദിയെ ത്രസിപ്പിക്കുന്ന ഈ ഗോത്രകലയിൽ ആടയാഭരണങ്ങൾ മുതൽ വാദ്യങ്ങൾക്കും മുഖത്തെഴുത്തിനും വരെ കഥകളുണ്ട് പറയാൻ. ഇടുക്കി ജില്ലയിലെ കുമളി പ്രദേശത്ത് കാണപ്പെടുന്ന ഒരു ഗോത്ര നൃത്തരൂപമാണ് പളി നൃത്തം. പളി വിഭാഗക്കാരുടെ നൃത്തരൂപമാണ്. അതുപോലെ തന്നെ എളാത്ത് പള്ളിച്ചിയമ്മയെ, അതായത് പളിയരുടെ കുലദേവതയായിട്ടുള്ള എളാത്ത് പള്ളിച്ചിയമ്മയെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു നൃത്തരൂപം കൂടിയാണ് പളി നൃത്തം. പളി നൃത്തത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം ഇതിൻ്റെ കോസ്റ്റ്യൂമിനാണ്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചയാണ് വരുന്നത്. ഇഞ്ച മെഡിസിനായിട്ടുള്ള ഒന്നാണ് ഇഞ്ച. ആ ഇഞ്ചയാണ് ഇതിൻ്റെ വസ്ത്രമായിട്ട് വരുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഇതിൻ്റെ ഓർണമെൻറ്റ്സ് ആണ്. ഓർണമെൻറ്റ്സ് ആയിട്ട് മാല വരുന്നത് മുളമാലയാണ്. അപ്പോൾ നമ്മൾ ഈ മുളമാല ഉണ്ടാക്കുന്നത് യെല്ലോ ബാമ്പു, അതായത് മഞ്ഞമുളയിൽ നിന്ന് ആണ് മുളമാല ഉണ്ടാക്കുക. മഞ്ഞമുള നമ്മൾ മുറിച്ചിട്ട് കനം കുറച്ചിട്ട്, അതായത് മഞ്ഞമുള ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന കാരണം കനം കുറവുള്ള മുളയാണ് മഞ്ഞ. പിന്നെ നമ്മൾ പെയിൻറ്റ് പ്രധാനമായിട്ട് കലോത്സവം കൊണ്ട് കുറച്ച് പെയിൻറ്റ് അടിക്കുന്നത് മാത്രം. പക്ഷെ ആ പെയിൻറ്റ് അടിക്കുമ്പോൾ മഞ്ഞ കാണാൻ വേണ്ടിയാണ് മഞ്ഞമുള ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ കൈവള എല്ലാം മഞ്ഞ നിറത്തിലാണ് കൈവള ഉണ്ടാവുക. നമ്മൾ പ്രധാനമായിട്ട് മുളയുടെ മുള കൊണ്ടുള്ള മുത്തുകൊണ്ടാണ് കൈവള ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ചേഞ്ചിനുമായിട്ട് നമ്മൾ വെള്ള കളറാണ് ഈ മുത്തിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മുള വരുന്നത് ഓടയാണ് ഇതിൻ്റെ ബെൽട്ടായിട്ട് വരുന്നത്. ഓട, ഇത് ഓടമുളയാണ്, ഓടമുള. പിന്നെ കമ്മലൊക്കെ നമ്മൾ ആ ബാമ്പുവിൻ്റെയാണ് കൊടുത്തേക്കണം. പ്രധാനമായിട്ട് മുളയാണ് ഇതിൻ്റെ മുഴുവൻ ആഭരണങ്ങളായിട്ട് വരുന്നത്. പിന്നെ തലയിൽ ഒരു തൂവലും നമ്മൾ വയ്ക്കും. തൂവലും അതേപോലെ നമ്മുടെ ഇലകളായിട്ടുള്ള മാവിൻ്റെ ഇല വെക്കാറുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും തൂവൽ വെച്ചിട്ടുള്ളത്. കാലിൽ നമ്മൾ ഓർണമെൻറ്റ്സ് ആയിട്ട് ഇടുന്നത് കാലത്തളയാണ്. കാലത്തള നമ്മൾ സ്റ്റീലിൻ്റെയാണ് ഉപയോഗിക്കുന്നത്. വാദ്യങ്ങൾ പ്രധാനമായിട്ട് വരുന്നത്, ആദ്യത്തെ വാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനമുളയായിട്ടുള്ള മുളഞ്ചെണ്ടയാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പളി നൃത്തത്തിൽ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ മുള വിഭാഗമാണ് എലിഫൻറ്റ് ബാമ്പു എന്ന് പറഞ്ഞിട്ടുള്ള ആനമുള. ആ ആനമുള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിൽ ഉള്ള മുളയാണ്. നമ്മുടെ നാടും പ്രദേശത്ത് ആ മുള ഇല്ല. അപ്പോൾ കാട്ടിൽ നിന്ന് നമ്മൾ തന്നെ പോയിട്ട് മുറിച്ച് കൊണ്ടുവരികയാണ് ആനമുള. അതാണ് പ്രധാനപ്പെട്ട ഒരു വാദ്യമായിട്ട് ഇതിലുള്ളത്. രണ്ടാമത്തെ വാദ്യം നഗാര. ഈ വാദ്യമാണ് നഗാര. രണ്ട് വാദ്യങ്ങൾ ചേർന്നതാണ് നഗാര. നമ്മുടെ ഏകദേശം തബല രൂപത്തിലുള്ള, പക്ഷെ ഇത് വായിക്കുക കോലുകൊണ്ടാണ് നഗാര പ്രധാനമായിട്ട് വായിക്കുക. രണ്ടും വേറെ വേറെ സൗണ്ടാണ്. നമ്മൾ ഇതിപ്പോൾ ചെയ്താക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേക്ക് ചെയ്യുന്നതാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാവിൻ്റെ തടിയാണ്. ഇത് പെയിൻ്റ് അല്ല, നമ്മൾ പോളിഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇത് വണ്ടിക്കാളുടെ തോലാണ് നമ്മൾ നഗാരയ്ക്ക് യൂസ് ചെയ്യാറുള്ളത്. ഉറുമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഒന്ന് വായിച്ചേടാ, ഇത് തമിഴ് വാദ്യമാണ്. എൻ്റെ 5 ടീമാണ് സംസ്ഥാന കലോത്സവത്തിൽ പളി നൃത്തത്തിന് പങ്കെടുക്കുന്നത്. അപ്പോൾ ഇനി 4 ഹയർ സെക്കൻഡറിയും കൂടിയുണ്ട്. 4 ടീമും കൂടി വരാനുണ്ട്. ഒരു ഗ്രൂപ്പ് ഡാൻസ് പോലെ തോന്നിയിട്ടില്ല, കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് വരാനും പിന്നെ സാറിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഇത്രയും നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്കിപ്പോൾ സ്റ്റേറ്റിലേക്കൊക്കെ എത്താൻ പറ്റിയത്. വളരെ കൗതുകത്തോടെ നമ്മൾ നോക്കിക്കാണുമെങ്കിലും ഇത് ഇത്തരമൊരു കല അത് സ്റ്റേജിൽ എത്തിക്കാനുള്ള അതിനു പുറകിലെ എഫേർട്ടും കഷ്ടപ്പാടുകളും ഒക്കെയാണ് സാറ് ഞങ്ങളോട് പറഞ്ഞത്. ഇത്തരത്തിലുള്ള ഗോത്ര കലകളാണ് നാം ഇനിയും പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഹരിഷ്മ വടക്കനഗർ, 24 തൃശ്ശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.